റിജോയുടെ കവർച്ചയുടെ റൂട്ട് മാപ്പ് നമുക്കൊന്ന് പരിശോധിക്കാം. എന്ന് ആസൂത്രണം ചെയ്തു, എങ്ങനെയാണ് നടപ്പിലാക്കിയത്, എങ്ങനെയാണ് പോലീസ് പിടികൂടിയത്, നമ്മൾ ഒരു റൂട്ട് മാപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. റിജോ ആൻ്റണിയുടെ ഭാര്യ വിദേശത്താണ്, നഴ്സാണ്. റിജോ ആൻ്റണിയും ഏറെക്കാലം വിദേശത്തായിരുന്നു. 2 വർഷം മുമ്പ് ഈ സ്ഥലത്ത് പോട്ടയിലെത്തി അവിടെ ഒരു വലിയ വീട് വാങ്ങി. അവിടെ 2 കുട്ടികളും റിജോ ആൻ്റണിയും മാത്രമാണുള്ളത്. ഭാര്യ വിദേശത്ത് നഴ്സായി ജോലി ചെയ്യുന്നു. അടുത്തിടെ റിജോ ആൻ്റണിക്ക് ജോലി നഷ്ടപ്പെട്ടിരുന്നു. ഭാര്യ അയച്ചു കൊടുക്കുന്ന പണമാണ് പ്രധാനമായിട്ടും ഉപയോഗിച്ചിരുന്നത്. അത് ധൂർത്തായി ഉപയോഗിച്ചിരുന്നു എന്നാണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത്. അതിൻ്റെ ഭാഗമായി ചില കടബാധ്യതകൾ വരുത്തിവെച്ചു. ആ കടബാധ്യതകൾ വീട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെയൊരു കവർച്ച ആസൂത്രണം ചെയ്യുന്നത്. ഇതിനു മുമ്പ് കവർച്ച നടത്തിയതായി പോലീസ് നമ്മളോട് പറയുന്നില്ല. അപ്പോൾ റിജോ ആൻ്റണി ഇങ്ങനെ കവർച്ച നടത്താൻ വേണ്ടി പല ബാങ്കുകൾ കേന്ദ്രീകരിച്ച് നിരീക്ഷണം നടത്തുന്നു. അതിൽ തൻ്റെ അക്കൗണ്ട് തന്നെയുള്ളത് ചാലക്കുടിയിലെ ഫെഡറൽ ബാങ്കിലാണെങ്കിലും തിരഞ്ഞെടുത്തത് പോട്ടയിൽ ദേശീയപാതയ്ക്ക് സമീപത്തുള്ള ബാങ്കാണ്. ആ ബാങ്കിൽ ആദ്യം കവർച്ച നടത്താൻ വേണ്ടി 11-ാം തീയതി ഒരു ശ്രമം നടത്തുന്നു, പിന്നീട് അത് ഉപേക്ഷിക്കുന്നു. അതിനുശേഷം 12-ാം തീയതിയിലത്തെ പ്രത്യേകത, റിജോ ആൻ്റണിയുടെ പള്ളിയിൽ അന്ന് അൻപ് പെരുന്നാളായിരുന്നു. ആ പെരുന്നാളിൽ പങ്കെടുക്കാൻ വേണ്ടി റിജോ എത്തുന്നു. റിജോ ആ സമയത്ത് കവർച്ചയെക്കുറിച്ചുള്ള പ്രാഥമിക പ്ലാൻ തയ്യാറാക്കിയിരുന്നു. 2 കാര്യങ്ങൾ അദ്ദേഹം ഉറപ്പുവരുത്തി. ഒന്ന്, വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിച്ച് തൻ്റെ മൂഡ് മാറുന്നതോ ഇത്തരത്തിലുള്ള ആശങ്കയുള്ളതോ ആയിട്ടൊന്നും അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നില്ല. അദ്ദേഹം പള്ളിപ്പെരുന്നാളിൽ പങ്കെടുത്തു. അന്ന് ആ പള്ളിപ്പെരുന്നാളിലെ ആഘോഷക്കൂട്ടത്തിൽ ഒരുവനായി റിജോ ആൻ്റണിയും ഉണ്ടായിരുന്നു. റിജോ ആൻ്റണി അവർക്കൊപ്പം നൃത്തം ചെയ്യുന്ന ദൃശ്യം ഇന്ന് റിപ്പോർട്ടർ TV പുറത്തുവിട്ടിരുന്നു. ആ ദൃശ്യം നമുക്കൊന്ന് കണ്ടുവരാം. 12-ാം തീയതി പള്ളിപ്പെരുന്നാളിൽ പങ്കെടുക്കുന്ന റിജോ ആൻ്റണിയുടെ നൃത്തം ചെയ്യുമ്പോഴും റിജോ ആൻ്റണിയുടെ മനസ്സിൽ താൻ നടത്താൻ പോകുന്ന കവർച്ചയെക്കുറിച്ചുള്ള പ്ലാനിംഗ് ആയിരുന്നു. ആ നൃത്തം കഴിഞ്ഞ് പെരുന്നാളിൻ്റെ തിരക്കിനിടയിൽ പുറത്തേക്കിറങ്ങി മറ്റൊരു 2 വീലറിൻ്റെ ഒരു നമ്പർ പ്ലേറ്റ് സംഘടിപ്പിക്കുകയാണ് ചെയ്തത്. ഇത് നടക്കുന്നത് 12-ാം തീയതിയാണ്. നമ്പർ പ്ലേറ്റ് സംഘടിപ്പിച്ച് നമ്പർ പ്ലേറ്റ് അവിടെ നിന്ന് ഇളക്കിയെടുക്കുന്നു. ആ സ്കൂട്ടറിൻ്റെ നമ്പർ പ്ലേറ്റ് ഇളക്കിയെടുത്ത് ആ നമ്പർ പ്ലേറ്റ് വീട്ടിൽ കൊണ്ടുപോയി സ്വന്തം വാഹനത്തിൽ ഘടിപ്പിക്കുന്നു. അങ്ങനെ ഒരു വ്യാജ നമ്പർ പ്ലേറ്റായി അത് മാറുന്നു. ഇത് CCTV ഇല്ലാത്ത സ്ഥലത്താണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ വീട്ടിലുള്ള തൻ്റെ ഇരുചക്ര വാഹനത്തിൽ അത് ഘടിപ്പിച്ചതിനു ശേഷം 13-ാം തീയതി ഒരു ദിവസം കാത്തിരിക്കുന്നു. 14-ാം തീയതി വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കും 2:30ക്കും ഇടയ്ക്കുള്ള ലഞ്ച് ടൈം കൃത്യമായിട്ട് നോക്കി ബാങ്കിൻ്റെ സമീപത്തേക്ക് എത്തുന്നു. വാഹനം പുറത്ത് നിർത്തി ഓൺ ചെയ്ത മോഡിൽ തന്നെ ഇട്ട് ബാങ്കിനുള്ളിലേക്ക് കയറി 3 മിനിറ്റ് കൊണ്ട് കവർച്ച നടത്തി. 47 ലക്ഷം രൂപയുണ്ടെങ്കിലും തനിക്ക് വേണ്ട 15 ലക്ഷം രൂപ മാത്രം എടുത്ത് പുറത്തേക്ക് ഇറങ്ങുന്നു. ബാക്കിയുള്ള ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞതാണ്. ജാക്കറ്റ് ഇട്ട് പോകുന്ന ദൃശ്യങ്ങൾ നമ്മൾ തന്നെ പുറത്തുവിട്ടതുമാണ്. എന്നാൽ ദേശീയപാതയിൽ നിന്ന് വളരെ പെട്ടെന്ന് റിജോ ആൻ്റണി അപ്രത്യക്ഷനാവുന്നു. ഈ ബാങ്കിൽ നിന്ന് കഷ്ടിച്ച് 1.5 കിലോമീറ്റർ മാത്രം അകലെയാണ് റിജോ ആൻ്റണിയുടെ വീടെന്നിരിക്കെ ദേശീയപാതയിൽ കയറിയത് എന്തിന്? പോലീസിന്റെ ആദ്യത്തെ പ്രധാനപ്പെട്ട സംശയമായിരുന്നു. ആ ദേശീയപാതയിൽ കയറി അങ്കമാലി ഭാഗത്തേക്ക് വന്നതിനു ശേഷം അവിടെ നിന്നും പിന്നീട് ഇടവഴികളിലേക്ക് പോകുന്നു റിജോ ആൻ്റണി. അങ്ങനെ ഇടവഴികളിലേക്ക് പോകുമ്പോൾ CCTV ഇല്ലാത്തൊരു സ്ഥലത്ത് വാഹനം നിർത്തുന്നു. എന്നിട്ട് താൻ ധരിച്ചിരുന്ന ജാക്കറ്റ് ഊരി മാറ്റി പച്ച നിറമുള്ള വസ്ത്രം ധരിക്കുന്നു. അവിടെ നിന്ന് വീണ്ടും പോകുന്ന ദൃശ്യങ്ങൾ ക്യാമറയിൽ, അതാണ് റിപ്പോർട്ടർ TV ഇന്നും പുറത്തുവിട്ട മറ്റു ചില ക്യാമറ ദൃശ്യങ്ങൾ. അവിടെ പച്ച ഉടുപ്പിട്ട റിജോ ആൻ്റണി പോകുന്നത് CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. അവിടെ നിന്ന് പോയി ഈ തൊട്ടടുത്ത് മറ്റൊരു CCTV ഇല്ലാത്ത സ്ഥലത്തെത്തി ബൈക്ക് നിർത്തുന്നു. ഈ ഇരുചക്ര വാഹനം തിരിച്ചറിയാതിരിക്കാൻ ആദ്യം അതിൽ റിയർവ്യൂ മിറർ ഉണ്ടായിരുന്നില്ല. റിയർവ്യൂ മിറർ തിരിച്ച് ഘടിപ്പിക്കുന്നു. അങ്ങനെ ചെറിയൊരു രൂപമാറ്റം വരുത്തുന്നു ബൈക്ക് ഈ ഇരുചക്ര വാഹനം തിരിച്ചറിയാതിരിക്കാൻ. അങ്ങനെ വസ്ത്രം മാറി സ്കൂട്ടറിൻ്റെ രൂപവും മാറ്റിയതിന് ശേഷം വീണ്ടും ഇടവഴി കയറി വരുമ്പോൾ താൻ നേരത്തെ പള്ളിയിൽ പെരുന്നാളിന് പോയ അതേ ആത്മവിശ്വാസത്തോടു കൂടി ഒരു ബിവറേജ് ഔട്ട്ലെറ്റിലേക്ക് പോകുന്നു. അല്പം മദ്യം വാങ്ങി തിരികെ വീട്ടിലേക്ക് അതേ ആത്മവിശ്വാസത്തോടു കൂടി 15 ലക്ഷവുമായിട്ട് റിജോ ആൻ്റണി വീട്ടിലേക്ക് എത്തുന്നു. വീട്ടിലെത്തി പണം ഭദ്രമായി വെച്ചതിനു ശേഷം താൻ കടം കൊടുക്കാനുള്ള ആദ്യ ആളെ ടെലിഫോണിൽ വിളിച്ച് ബന്ധപ്പെട്ട് 2.25 ലക്ഷം രൂപ 2,90,000 രൂപ ആ കടക്കാരന് കൊടുക്കുന്നു. അതിനുശേഷം വളരെ സമാധാനത്തോടു കൂടി വീട്ടിൽ 16/2/2025 അറസ്റ്റിലാവുന്ന ദിവസം കുടുംബസംഗമം പോലും സംഘടിപ്പിക്കുന്നു. ആ കുടുംബസംഗമത്തിൽ പുരോഹിതനടക്കമുള്ളവരെത്തി ഇവിടെ പോലീസുകാരൊക്കെ കറങ്ങുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുകയും അയാൾ എവിടെ പിടികിട്ടിയോ മറ്റോ എന്ന് ചോദിക്കുമ്പോൾ
അയാൾ വല്ല കാട്ടിലെങ്ങാനും പോയി ഒളിച്ചിട്ടുണ്ടാവും എന്ന് റിജു ആന്റണി മറുപടി പറയുകയും ചെയ്യുന്നു. അത്ര ആത്മവിശ്വാസം പ്രകടിപ്പിച്ച റിജു ആന്റണിയെ അന്ന് വൈകുന്നേരമാകുമ്പോഴേക്കും കേരള പോലീസ് പൊക്കുന്നു. അങ്ങനെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നു. റിജു ആന്റണി ആദ്യം കൂളായിട്ട് നിന്നെങ്കിലും പിന്നീട് തകർന്നു പോകുന്ന അവസ്ഥയുണ്ടാവുന്നു. താൻ കടം വീട്ടാൻ വേണ്ടിയാണ് ഈ കൃത്യം നിർവഹിച്ചത് എന്നാണ് റിജു ആന്റണി പറയുന്നത്. ജെയ്സൺ ചാമോളപ്പിൽ നമുക്കൊപ്പം ചേരുന്നു. ജെയ്സൺ ചാമോളപ്പിൽ, ഇതാണ് റിജു ആന്റണിയുടെ മോഷണത്തിന്റെ റൂട്ട് മാപ്പ്. പോലീസ് കണ്ടെത്തിയത് അതിവിദഗ്ധമായിട്ടാണ്. ഇവിടെ ഷർട്ട് മാറിയെങ്കിലും മിറർ ഘടിപ്പിച്ച് സ്കൂട്ടറിന് രൂപമാറ്റം വരുത്താൻ ശ്രമിച്ചുവെങ്കിലും കാലിൽ ധരിച്ചിരുന്ന ഷൂസ് വിനയായി. ഷൂസിന്റെ അടിവശത്തെ നിറം നോക്കിയാണ് കേരള പോലീസ് റിജു ആന്റണിയിലേക്ക് എത്തിയത്. അതിവിദഗ്ധമായിട്ടാണ് പോലീസ് റിജു ആന്റണിയെ കുടുക്കിയത്, അല്ലേ ജെയ്സൺ? ഡോക്ടർ അരുൺകുമാർ, ഏതായാലും ചാലക്കുടി കോട്ട ഫെഡറൽ ബാങ്ക് കവർച്ചാ കേസ് പോലീസിന്റെ കുറ്റാന്വേഷണ ചരിത്രത്തിൽ ഒരു പുതിയ ഏടാണ് എഴുതി ചേർത്തിരിക്കുന്നതെന്ന് പറയേണ്ടി വരും. വളരെ തന്ത്രപരമായി നടത്തിയ ഒരു കവർച്ച, അതും കവർച്ച നടത്തിയ സ്ഥലത്ത് നിന്ന് 3 കിലോമീറ്റർ അകലെ വളരെ സുരക്ഷിതമായി താൻ ഒരിക്കലും പിടിക്കപ്പെടില്ലെന്ന ആത്മവിശ്വാസത്തോട് കഴിയുന്ന ഒരു കുറ്റവാളി. ആ കുറ്റവാളിയെ 2 ദിവസത്തിന് ശേഷം അവിചാരിതമായി അപ്രതീക്ഷിതമായ കുറ്റവാളിയുടെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ആ കുറ്റവാളിക്കുണ്ടാകുന്ന സർപ്രൈസ്, ഇത്തരത്തിൽ പല ഘടകങ്ങളെ കൊണ്ടും ഒരു പുതുചരിത്രം കുറിക്കുകയാണ് സത്യത്തിൽ ചാലക്കുടി പോട്ടായിലെ ഈ ബാങ്ക് കവർച്ചാ കേസ്. ഇയാളെ ഇന്ന് കോടതി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഈ റിമാൻഡ് റിപ്പോർട്ട് വിശദമായി പരിശോധിച്ചാൽ ഈ കേസിൻ്റെ നാൾവഴികൾ വളരെ വ്യക്തമായി തന്നെ റിമാൻഡ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. എത്രമാത്രം ആസൂത്രണം ചെയ്തു എന്നതാണ് പ്രധാനമായും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്.